ആത്മക്കട കാരണമാണ് ഈ ഭൂമിക്കും മനുഷ്യർക്കും എന്നും താങ്ങും തണലുമായി ഇരിക്കുന്നത്. വസന്തം എന്ന പോലെ മനുഷ്യ മനസ്സുകളിൽ അവർ പ്രേമത്തിൻ്റെ സൗന്ദര്യം കൊണ്ടുവരുന്നു, ശാന്തിയുടെ സുഗന്ധം പരത്തുന്നു. അത്തരം ഒരു മഹത്തായ ജീവിതത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് ക്രിസ്മസ്. ക്രിസ്മസ് കഴിഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും പൊതുവെ പറയാറുള്ളത് കുടുംബങ്ങളൊത്തുള്ള ആഘോഷങ്ങളുടെയും പങ്കുവച്ച വിശേഷപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളുടെയും കിട്ടിയതും കൈമാറിയതുമായ സമ്മാനങ്ങളുടെയും കാര്യമാണ്. എത്ര കണ്ട് കൂടുതലായി ആത്മീയ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞു കേൾക്കാറില്ല. അതിന് കഴിഞ്ഞിരുന്നെങ്കിൽ അതാകുമായിരുന്നു ശരിയായ ക്രിസ്മസ്. നമ്മളിൽ കുടികൊള്ളുന്ന ഈശ്വരനെ പ്രകാശിപ്പിക്കുന്ന വിധം നന്മ നിറഞ്ഞതാകണം നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും. ആഘോഷങ്ങളും ആഹ്ലാദം പങ്കുവയ്ക്കലും ഒന്നും വേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ത്യാഗപൂർണ്ണമായ ജീവിതം ഓർക്കാനും നമ്മുടെ ആധ്യാത്മിക പുരോഗതി വിലയിരുത്താനുമുള്ള അവസരം കൂടിയാകുമ്പോൾ മാത്രമാണ് ക്രിസ്മസ് അർത്ഥപൂർണ്ണമാകുന്നത്. നമ്മളിലെ സ്നേഹത്തിൻ്റെ നിസ്വാർത്ഥതയും ആഘോഷമാകണം ക്രിസ്മസ്. എടുക്കുമ്പോഴല്ല കൊടുക്കുമ്പോഴാണ്, ദേഷിക്കുമ്പോഴല്ല സ്നേഹിക്കുമ്പോഴാണ് ഹൃദയപുഷ്പം പടരുന്നത്. എവിടെ ദുഃഖവും ദുരിതവും കാണുന്നുവോ അവിടെ ആശ്വാസമായി നമ്മുടെ കൈകളിൽ എത്തുന്നെങ്കിൽ, എവിടെ എളുപ്പം വിദ്വേഷം പുകയുന്നുവോ അവിടെ സ്നേഹത്തിൻ്റെ മധുരം വിളമ്പാനായി നമ്മുടെ നാവ് ചലിക്കുന്നുവെങ്കിൽ അവിടെ സ്വർഗം ഭൂമിയിൽ തന്നെ, അവിടെ ഈശ്വരസാന്നിധ്യം നമ്മൾ അറിയുന്നു. ക്രിസ്മസ് ദിനത്തിലെ ഈ ബോധത്തെയാണ് നമ്മൾ ഉണർത്തേണ്ടത്. പുനർജന്മം അവരുടെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഭാഗത്തും പുറത്തും നമുക്ക് സ്വർഗരാജ്യം സൃഷ്ടിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള മനസ്സ് കിട്ടാൻ കൃപ പൊന്നുമക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ.